എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 7 ശ്ലോകം 36, 37, 38, 39, 40 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ദത്താത്രേയ മഹർഷിയുടെ യദു മഹാരാജാവിനോടുള്ള മറുപടി തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. യഥോ യദനുശിക്ഷാമി യഥാ വാ നാഹുഷാത്മജ തത്തഥാ പുരുഷവ്യാഘ്ര നിബോധ കഥയാമി തേ. അല്ലയോ പുരുഷശ്രേഷ്ഠനായ യയാതിപുത്ര, മുൻ പറഞ്ഞ 24 ഗുരുക്കന്മാരിൽ വെച്ച് ഏതൊരു ഗുരുവിൽ നിന്ന് എന്തൊരു കാര്യം ഏതു വിധം ഞാൻ അഭ്യസിച്ചു എന്ന സംഗതി അങ്ങയോട് ഞാൻ പറഞ്ഞു തരാം, കേട്ട് ധരിച്ചോളൂ. പറയാം. ഭൂതൈ ആക്രമ്യമാണോവി ധീരോ ദൈവവശാനുഗൈ തദ്വിദ്വാൻ ന ചലേന്മാർഗാത് അന്വശിക്ഷം ക്ഷിതേർവ്രതം. ഒന്നാമതായിട്ടുള്ള ഗുരു പൃഥ്വി ആണല്ലോ. അതിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ഭൂമിയെ രണ്ടായിട്ട് വിഭാഗിക്കാം. പർവ്വതം, വൃക്ഷം ഇത്യാദികളാൽ വ്യാപിക്കപ്പെട്ട ദുർഗമമായ ഒരു ഭാഗം, എല്ലാവർക്കും സഞ്ചരിക്കാൻ പറ്റിയ മാർഗത്തോടു കൂടിയ സമഭൂമി മറ്റൊരു ഭാഗം. അതില് സഞ്ചരിക്കാൻ നല്ല മാർഗമുള്ള ഭൂമിയിൽ നിന്ന് ക്ഷമ ഞാൻ അഭ്യസിച്ചു. എങ്ങനെയെന്നാൽ പ്രാണികളൊക്കെയും പ്രാരബ്ധത്തിന് കീഴടങ്ങിയവരാണ്. ഓരോരുത്തരുടെയും പ്രാരബ്ധത്താൽ പ്രേരിപ്പിക്കപ്പെടുന്ന പ്രാണികള് അതിനനുരൂപങ്ങളായ പ്രവൃത്തികള് ചെയ്യണം. ഇവരുടെ പ്രവൃത്തി ചിലപ്പോ മറ്റൊരാൾക്ക് അസഹ്യ പീഡകൾ ഉണ്ടാക്കി എന്ന് വരാം. ആ അവസരത്തില് അവൻ എന്നെ ഉപദ്രവിച്ചുല്ലോ എന്നുള്ള ദുഃഖം മനസ്സിലുണ്ടാകാതെ ഇരിക്കുന്നവനാണ് ധീരൻ. പ്രാണികള് പ്രാരബ്ധ അധീനന്മാരായിരിക്കുന്നവരാകയാൽ അവരുടെ നേരെ ക്രോധിക്കുന്നത് ശരിയല്ല എന്ന പരമാർത്ഥ ജ്ഞാനമാണ് വിദ്വാന്റെ ലക്ഷണം. ഈ വിധമുള്ള പുരുഷൻ തൽക്കാല പീഡകൾ നിമിത്തം പരോപദ്രവകരങ്ങളായ പ്രതിവിധികൾ ചെയ്യാൻ ശ്രമിക്കാതെ മനോവികാരത്തെ ഒതുക്കി അസഹ്യങ്ങളാണെങ്കിലും പരന്മാര് ചെയ്യുന്ന പീഡകൾ സഹിച്ചിരിക്കണം. അവരോട് പ്രതികാരമൊന്നും ചെയ്യാൻ പോവാതെ അതെല്ലാം അങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് ക്ഷമിച്ച് സഹിച്ചിരിക്കണം. ഒരുത്തൻ മറ്റൊരുത്തിന് സുഖദുഃഖാദികൾ ഉണ്ടാക്കി തീർക്കില്ല. ഒരുവന് അവന്റെ പ്രാരബ്ധാനുസൃതമായ സുഖമോ ദുഃഖമോ ഓരോ സമയത്തും അനുഭവിക്കേണ്ടി വരും. അതിന് മറ്റു ചിലര് തൽക്കാലം ഹേതുഭൂതന്മാരായിട്ടും വരും. നമുക്ക് അനുഭവിക്കേണ്ടതാണത്. അതിന് ഹേതുവായെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിക്കണം. ബാഹ്യമായിട്ട് കാണപ്പെടുന്ന ഈ അനുഭവത്തിന്റെ ഹേതു അപ്രത്യക്ഷമായ പ്രാരബ്ധ പ്രേരണയാൽ ഉണ്ടായതാകുന്നു എന്നറിയണം. അപ്പോ അന്യരുടെ നേരെ ക്രോധാദി വൃത്തികള് ഉപയോഗിക്കുകയോ ധർമ്മത്തിൽ നിന്ന് തെറ്റുകയോ ചെയ്യാതിരിക്കണം എന്നാണ് ഞാൻ ഭൂമിയിൽ നിന്ന് പഠിച്ചത്. നമുക്കൊക്കെ വേണ്ടിയിട്ട് പറയണത് അല്ലേ? ശരിക്കും ഇത് തന്നെയാണ്. ഒരാളെ നമ്മളെ ഉപദ്രവിക്കുമ്പോഴേക്കും അവരും വേണിച്ചിട്ടാവില്ല, ഇത് അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്ന് സമാധാനിക്കുകയാണെങ്കിൽ എത്ര നല്ലതല്ലേ. അപ്പൊ അവരുടെ ഒരു ദേഷ്യമൊന്നും നമുക്ക് തോന്നില്ല. അത് ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നതാ ദത്താത്രേയ മഹർഷി പറയണം. ഭൂമിയെ എത്ര പേരല്ലേ ഉപദ്രവിക്കണം, എന്തൊക്കെ പ്രവൃത്തികളാ ചെയ്യണം, എല്ലാം സഹിച്ചിരിക്കല്ലേ ഭൂമി. അപ്പൊ എല്ലാറ്റിനെയും സഹിച്ചും കൊണ്ട് സ്വസ്ഥാനത്തിൽ നിന്ന് ലേശവും തെറ്റാതെ ഭൂമി വികാരമില്ലാതെ ഇരിക്കുന്നു. എല്ലാറ്റിനെയും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ക്ഷമ എന്ന പേരും സമ്പാദിച്ച ഈ ഭൂമി ക്ഷമയുടെ ഒരു സ്വരൂപമാണ്. സർവഭൂതങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന ഭൂമി തന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റാത്തതുപോലെ പരന്മാർ ചെയ്യുന്ന പീഡാദികൾ ക്ഷമിച്ചുകൊണ്ട് ഞാനും എന്റെ പരമാർത്ഥ രൂപത്തിൽ നിന്ന് തെറ്റാതെ ഇരിക്കണം എന്ന് പഠിച്ചു. ശശ്വൽപരാർത്ഥ സർവേഹ പരാർത്ഥേകാന്ത സംഭവ സാധു ശിക്ഷേത ഭൂഭൃത്തോ നഗശിഷ്യ പരാത്മതാം.
ഇനി രണ്ടാമത് സമനിലയുള്ള ഭൂമി എന്നാണ് ആദ്യം പഠിച്ചത്. ഇതിപ്പോ പർവ്വതങ്ങളാലും വൃക്ഷാദികളാലും വ്യാപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് പഠിച്ചത് പറയണു. എല്ലാവിധ വ്യാപാരങ്ങളും എല്ലാവിധ പ്രവൃത്തികളും പരന്മാരുടെ അന്യന്മാരുടെ ഉപകാരത്തിനായിട്ടായിരിക്കണം. തന്റെ അധീനത്തിലുള്ളതെല്ലാം അന്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് എന്ന് സർവാത്മന നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെ നല്ലവൻ എന്ന് പർവ്വത സ്വരൂപമായ ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചു. പർവ്വതം ഭൂമിയെ ചലിക്കാൻ സമ്മതിക്കാതെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. പർവ്വതത്തിൽ നിന്ന് നദീപ്രവാഹം ഉണ്ടാകുന്നു. അനേക വൃക്ഷലതാദികളും അവയുടെ ഫലങ്ങളും പർവ്വതത്തിലുണ്ട്. ഇതൊക്കെയും അന്യരുടെ ഉപയോഗത്തിന് ഉപകരിക്കുന്നതല്ലാതെ പർവ്വതത്തിന് ഇവ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. ഇതുപോലെ എന്റെ പക്കലുള്ളവയെ അന്യന് ഉപകാരപ്പെടുത്തണം എന്ന് ഞാൻ പഠിച്ചു. വൃക്ഷം പരാധീനമാണ്. അന്യൻ മുറിച്ചാൽ വീണ് കിടക്കും. അന്യൻ കായ്കനികൾ പറിച്ചാൽ അതിനെ വിരോധിക്കില്ല. അന്യൻ എന്തു ചെയ്യുന്നുവോ അതിനെ അനുസരിച്ച് നിൽക്കുന്നതല്ലാതെ പ്രതികാരം ഒന്നും ചെയ്യാനുള്ള ശ്രമം കൂടി ചെയ്യില്ല. വൃക്ഷത്തിനെ മുറിക്കുന്ന അല്ല, അങ്ങനെയല്ലേ, വൃക്ഷം എന്നെ മുറിക്കരുതെന്നൊന്നും പറയില്ലല്ലോ അവിടെ. അതുപോലെ പരന്മാർ ചെയ്യുന്നതിനെ അനുസരിച്ചിരിക്കുന്നതാണ് നല്ലത് എന്നും വൃക്ഷ ശിഷ്യനായിട്ട് ഞാൻ പഠിച്ചു. പ്രാണവൃത്യൈവ സന്തുഷ്യേൻ മുനിർനൈവേന്ദ്രിയ പ്രിയൈ ജ്ഞാനം യഥാ നശ്യേത നാവകീര്യേത വാങ്മന. രണ്ടാമത്തെ ഗുരുവായ വായുവും രണ്ടു വിധം പ്രവർത്തിക്കുന്നു. പ്രാണികളുടെ ഉള്ളിൽ ഉച്ഛ്വാസ നിശ്വാസ രൂപേണ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ വായുവിന്റെ രൂപം. ലോകത്തിലെ വൃക്ഷലതാദികളിൽ കൂടി ചഞ്ചല രൂപമായി കാണപ്പെടുന്നത് വായുവിന്റെ മറ്റൊരു രൂപം. അതിൽ പ്രാണനിൽ നിന്ന് പഠിക്കേണ്ടതും താൻ പഠിച്ചതുമായ സംഗതി പറയാണ് ദത്താത്രേയ മഹർഷി. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപരസഗന്ധാദി വിഷയങ്ങള് പ്രാണന് ആവശ്യമില്ല. ഉച്ഛ്വാസ നിശ്വാസ രൂപേണ ജീവികളുടെ ശരീരങ്ങൾ നിലനിർത്താൻ തക്ക ശക്തി ഉണ്ടാവേണ്ടതിനാവശ്യമായ പരിമിത ആഹാരം മാത്രം വേണം. ഈ മിതാഹാര ദ്രവ്യത്താൽ പ്രാണൻ സന്തോഷിക്കും. അതുപോലെ മുനിയും വാക്കും മനസ്സും ചലിക്കാതെയും ജ്ഞാനം നശിക്കാതെയും ഇരിക്കത്തക്ക വിധം ദേഹത്തെ നിലനിർത്താൻ ആവശ്യമായ ശുദ്ധാഹാരം മാത്രം സ്വീകരിച്ച് സന്തോഷിക്കണം. ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി അധ്വാനിച്ചു തുടങ്ങിയാൽ വിഷയവാസന വർദ്ധിച്ചു വരാനിടയുള്ളത് കൊണ്ട് ആത്മജ്ഞാനം കുറഞ്ഞു വരും. വാക്കിനും മനസ്സിനും നിമിഷം തോറും ചാഞ്ചല്യം വർദ്ധിക്കും. അങ്ങനെയുള്ള വിഷയസുഖം കാക്ഷിക്കരുത്. പ്രാണനെ രക്ഷിക്കാഞ്ഞാൽ മനസ്സിന് ക്ഷീണവും തന്നിമിത്തം ജ്ഞാനത്തിന് നാശവും സംഭവിക്കും. അതിനാൽ ദേഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ആഹാരാദികളെ മാത്രം സ്വീകരിക്കുന്നതിനാൽ മുനി സന്തോഷിക്കണം എന്ന് പ്രാണരൂപനായ വായുവിൽ നിന്ന് ഞാൻ പഠിച്ചു. വിഷയേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവത ഗുണദോഷവ്യപേതാത്മാ ന വിഷജ്ജേത വായുവത്. വിഷയങ്ങളെ സ്വീകരിക്കുന്നു എങ്കിലും അവയിൽ ആസക്തിയില്ലാതെ ഇരിക്കണമെന്ന് ബാഹ്യത്തിൽ വീശിക്കൊണ്ടിരിക്കുന്ന വായുവിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നു. എല്ലാ ദിക്കിലും ശുദ്ധമായും അശുദ്ധമായും ഇരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിലും പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന വായു ഒന്നിലും പറ്റാതെ എല്ലാറ്റിലും സമനായിരിക്കുന്നു. അതുപോലെ മനസ്സിനെ സ്വാധീനപ്പെടുത്തിയ യോഗിയും സുഖദുഃഖങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനങ്ങളായ പല വിഷയങ്ങളിലും പ്രവേശിക്കുന്നവനോ അനുഭവിക്കുന്നവനോ ആയിരുന്നാലും അവയിൽ നിന്നുണ്ടാവുന്ന സന്തോഷ സന്താപങ്ങളെ ഗണിക്കാതെ ആസക്തിരഹിതനായിരിക്കണം. എങ്ങും സഞ്ചരിച്ചും ഒന്നിലും പറ്റാതെയും ഇരിക്കുന്ന വായുവിൽ നിന്ന് ഞാൻ ആസക്തിരഹിതനും സമചിത്തനുമായി ലോകത്തിൽ സഞ്ചരിക്കാൻ അഭ്യസിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.